ഓണക്കോടിയും ഊഞ്ഞാലും പൂക്കളവും ഒക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകും. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം. ഇനി കാണാം അല്പം പപ്പട വിശേഷം. തൊടുകറികളും തുമ്പപ്പൂച്ചോറും നിറഞ്ഞിരിക്കുന്ന തൂശനിലയിൽ നിറയെ കുമിളകളുമായി സ്വർണ്ണ നിറത്തിലുള്ള പപ്പടം കൂടിയാകുമ്പോഴേ ഓണസദ്യ തൃപ്തിയാകൂ. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമെന്ന നിലയിൽ വിപണിയിൽ പപ്പടത്തിന് ഏറ്റവുമധികം ആവശ്യക്കാരേറുന്നതും ഓണക്കാലത്ത് തന്നെ. അതുകൊണ്ട് തന്നെ പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിപ്പോൾ തിരക്കിലും പ്രതീക്ഷയിലുമാണ്. നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഈ ഓണക്കാലമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പപ്പടം പൊടിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല പപ്പടത്തിന്റെ നിർമ്മാണം. ഉഴുന്ന, പപ്പടക്കാരം, അരിപ്പൊടി, നല്ലെണ്ണ ഇവയൊക്കെയാണ് പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ ചേരുവകകൾ. അളവുകൾ കടുകിട തെറ്റിയാൽ പപ്പടം പൊള്ളി വരില്ല. ഉണക്ക കൃത്യമായിരിക്കണം. കനമാകട്ടെ കൂടാനും കുറയാനും പാടില്ല. ഉഴുന്ന, പപ്പടക്കാരം ഇവയുടെ ഗുണമേന്മ കുറഞ്ഞാലും പപ്പടത്തിന്റെ സ്വഭാവം മാറും. ഉഴുന്നടക്കമുള്ള ചേരുവകകളുടെ വിലവർദ്ധനവ് ഈ ഓണക്കാലത്തും വില്ലനായിട്ടുണ്ട്. എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ പപ്പടത്തിൻ്റെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കുന്നു അത്രയും സാധനങ്ങൾ വിറ്റൊഴിഞ്ഞു പോകുന്നുള്ള. എല്ലാ വർഷങ്ങളും നമ്മൾ ചെയ്യുന്ന അതേ ഒരു തയ്യാറെടുപ്പ് തന്നെ ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അത്രയും ഒരു ബിസിനസ് കാണുന്നില്ല. എല്ലാ വർഷം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ബിസിനസ് കാണുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് മാവ്, ഇപ്പോൾ ഉഴുന്നുമാവാണ് ഞങ്ങളുടെ ഈ പപ്പടം ഉണ്ടാക്കാനുള്ള മെയിൻ ഘടകം. പക്ഷെ അത് ഒരു 4-5 വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ ഒരു 75-80 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ 110-115 രൂപ ആയി വില. പപ്പടക്കാരത്തിനൊക്കെ 40 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 75-80 രൂപ അത്തരത്തിൽ വിലയായി. മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന പോലൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. 1 കിലോഗ്രാം പപ്പടത്തിന് 200 രൂപ വരെയാണ് ഈ ഓണക്കാലത്തെ ചില്ലറ വിൽപ്പന വില. നിർമ്മാണ ചെലവ്, മഴ തുടങ്ങിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ഓണക്കാലം പപ്പട നിർമ്മാണ മേഖലയിലും പ്രതീക്ഷയുണർത്തുന്നതാണ്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.